ചതിക്കാത്ത ചന്ത എന്ന് പറയുന്ന മൂവി തന്നെ ആർട്ട് ബേസ് ചെയ്തിട്ടാണല്ലോ. അതിൽ സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് ക്ലൈമാക്സിനൊക്കെ ആർട്ടിൻ്റെ ഒരു ആ സ്റ്റോറി തന്നെ പോകുന്നത് ആർട്ട് ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു മൂവിയിൽ ചേട്ടൻ്റെ അടുത്ത് ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു മൂവിയാണോ? അതിൽ കുറേ നമ്മുടെ മലഭൂതം അങ്ങനെ പുതിയ പുതിയ ക്യാരക്ടേഴ്സ്, അത് ഫുൾ ഫണ്ണായിട്ട് ചെയ്തൊരു മൂവി ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മൂവിയിലുള്ള ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? റാഫി മെക്കാട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സിൽ ഒന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ക്രിപ്റ്റ് ആയിരുന്നാലും പുള്ളി ഒരുമിച്ചിരുന്ന് ഡിസ്കഷൻ ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് വായിച്ച് കേൾപ്പിക്കും. പിന്നെ ഈ മലംഭൂതം വരണതും മറ്റേ മറിച്ച് തലയിൽ കത്തി വെച്ച് വരുന്നതൊക്കെ നമ്മൾ പട്ടൺ റഷീദിന് ഭയങ്കര രസമാണ്. ഈ പ്ലാനിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെ പട്ടൺ റഷീദിൻ്റെ കഴിവും കൂടെ ഉണ്ട് അതിൽ. നമ്മൾ ഓരോന്നും ചെയ്തു കൊടുക്കും. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്ന ഓരോ സംഭവങ്ങൾ മുഴുവൻ ഞങ്ങളത് പ്ലാൻ ചെയ്തതാണ്. അത് വെച്ച് പിന്നെ മാജിക്കിൻ്റെ കുറേ പരിപാടി, അത് മെക്കാട്ടി ചേട്ടൻ മാജിക്കിൻ്റെ ഒരു മെയിൻ കക്ഷിയാണ്. പുള്ളി മാജിക്ക് ഒരുവിധം അറിയാമെന്നുള്ള കക്ഷിയാണ്. അപ്പോൾ പുള്ളി അത് പല കാര്യങ്ങളും മാജിക്കും അതിലുപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത്. പക്ഷേ രസമായിരുന്നു, ഷൂട്ടിങ്ങൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ നൈറ്റ് പ്രേതം വരുന്നതും അതും ഇതൊക്കെ നമ്മൾ കുറേ ക്രിയേറ്റ് ചെയ്താണ് ചെയ്തത്. ക്ലൈമാക്സിന് വേണ്ടി അവസാനം മാറ്റിവെച്ചു. 2 ദിവസം എല്ലാവരും കൂടെ ഡിസ്കഷൻ ചെയ്തൊരു ക്ലൈമാക്സ് ഉണ്ടാക്കിയ ശേഷമാണ് അത് തീരുമാനിച്ചത്.